ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശീലങ്ങളെ മാറ്റാൻ കഴിയില്ല എന്നത് വെറുതെ പറയുകയാണ്. മാറ്റാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഒരാൾ ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. അൽ ജിദ്ദു യുദിനി കുല്ലാംറിൻ ഷാസിയ, എല്ലാ പ്രയാസകരമായ വിഷയങ്ങളെയും പരിശ്രമത്തിലൂടെ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. ചോദിച്ച വിഷയത്തിൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് നഖം കടി എങ്ങനെ വരുന്നു എന്നതാദ്യം മനസ്സിലാക്കണം. വൈറ്റമിൻ ഡെഫിഷ്യൻസിയാണ് നഖം കടി ആരംഭിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. കുട്ടികൾ നഖം കടിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ കാണിച്ച് വിറ്റാമിൻ മരുന്ന് കൊടുത്താൽ അത് വേഗത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ്. ആ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ കിട്ടേണ്ട ചികിത്സ കിട്ടാതെ പോകുന്നതാണ് ആ ശീലം വലുതാവുമ്പോഴും തുടരുന്നതിൻ്റെ കാരണം. നഖം കടിച്ചിട്ടാണ് ഓൻ തടിയില്ലാതെ മെല്ലിച്ചായിട്ടുള്ളതെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ നഖം കടിച്ചത് എന്തുകൊണ്ട്? ആ കുട്ടിക്ക് വൈറ്റമിൻ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം. അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് വിറ്റാമിൻ മരുന്ന് കൊടുക്കുക എന്നുള്ളതിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഒപ്പം നഖം തുടങ്ങിയ ദഹിക്കാത്ത എന്ത് സാധനങ്ങൾ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിലും അപ്പൻഡിക് എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിലുള്ള അവയവം അത്തരം സാധനങ്ങളെ ഒന്നുകിൽ ദഹിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളിവിടുകയോ ചെയ്യാനുള്ള സംവിധാനമാണ്. ആ സംവിധാനം ഉപയോഗിച്ച് അത് ആശങ്കപ്പെടാനൊന്നുമില്ല, മലത്തിലൂടെ പുറത്തേക്ക് പോയിക്കൊള്ളും. അതിനും സാധ്യമല്ലാത്ത സമയത്താണ് അപ്പൻഡിക് എന്ന നമ്മുടെ അവയവം നീര് വന്ന് അത് പഴുത്ത് വീർക്കുന്നതും അപ്പൻഡിസൈറ്റിസ് ആകുന്നതും പിന്നീട് സർജറിയൊക്കെ ആവശ്യമായി വരുന്നതും. മുതിർന്ന കുട്ടികളാകുമ്പോൾ വിഷസംഹാരിയായ ചില മരുന്നുകൾ അതിന് ഉപകാരപ്പെടും. നമ്മുടെ നാടൻ വൈദ്യം അനുസരിച്ച് പറയുമ്പോൾ കുരുമുളകാണ് ഒരു വിഷസംഹാരിയായ ഒരു വസ്തു. നമുക്കൊരു മരുന്ന് എന്നുള്ള അർത്ഥത്തിൽ അതിനെ കാണേണ്ട, ഒരു പക്ഷേ ആ ഒരർത്ഥത്തിൽ പറയാൻ ഞാൻ യോഗ്യനുമായിരിക്കില്ല. ഒരു ഭക്ഷണം എന്ന അർത്ഥത്തിൽ പറയാം. പച്ചക്കുരുമുളക് ചതച്ച് തിളപ്പിച്ച വെള്ളം കൊടുത്താൽ അകത്ത് ഇതുപോലെ മുടി, നഖം തുടങ്ങിയ എന്തെങ്കിലും വസ്തുക്കൾ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് പുറന്തള്ളപ്പെടും. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 4 മണി പച്ച കുരുമുളക് എന്ന തോതിൽ ചതച്ചിട്ട് തിളപ്പിച്ച് ദിവസം 1 ഗ്ലാസ് വീതം ഒരു 11 ദിവസം കുടിച്ചാൽ അകത്തുണ്ടെങ്കിൽ അത് പുറത്തുപോയി ആ വിഷയം പരിഹരിക്കപ്പെടും. ഒപ്പം ഡോക്ടറെ കാണിച്ച് ഒന്നുകിൽ ടോട്ടൽ വിറ്റാമിൻ ചെക്ക് ചെയ്ത് ഏത് വിറ്റാമിനാണോ കുറവുള്ളത് അതിനുള്ള മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ടോട്ടൽ മൾട്ടി വൈറ്റമിൻ ഗുളികകൾ ഏതെങ്കിലും കഴിക്കുകയോ ചെയ്തിട്ട് വിറ്റാമിൻ കുറവ് പരിഹരിക്കണം. അപ്പോൾ അത് മാറിപ്പോകും എന്നതാണ് മനസ്സിലാക്കാറുള്ളത്. പക്ഷേ ചില ആളുകൾ എത്ര പറഞ്ഞാലും, ഇപ്പോൾ വൈറ്റമിൻ്റെയൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ മുതിർന്നിട്ടും ഈ നഖം കടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനഃശാസ്ത്രപരമായി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? അല്ല, അത് ശീലമാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഈ വിരൽ ഈമ്പുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സൈക്കോളജിക്കൽ പ്രശ്നമാണ്. പക്ഷേ നഖം കടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ശീലിച്ചു വന്നതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ ഈ വിരൽ പൊട്ടിക്കും ചില ആളുകൾ. അതൊരു ശീലമാണ്. ഈ ശീലം എങ്ങനെ വന്നു എന്നത് പരിശോധിക്കുമ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ആ ശീലം വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അല്ലാത്ത ആളുകൾ സംശയിക്കുന്നത് പോലെയുള്ള ശൈത്താനീയത്ത് അങ്ങനെ എന്നുള്ള പ്രശ്നങ്ങളൊന്നും അതിലില്ല. ഇപ്പം ഈ മദ്യപാനത്തിൻ്റെ ഒരു പ്രശ്നം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. മദ്യപിച്ചു കൊണ്ടുവരുന്ന ഭർത്താവ്, മദ്യപിച്ചു കൊണ്ടുവരുന്ന പിതാവ്, അത് കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിന് ഒരു പരിധിവരെ നമ്മൾ പ്രോഗ്രാമൊക്കെ കണ്ട് കുറേ ഏറെ ആളുകൾ വിളിക്കാറുണ്ട്. പറഞ്ഞ് നേരത്തെ വല്ലപ്പോഴും ഉസ്താദിൻ്റെ ക്ലാസ്സിലൂടെ ആണെങ്കിലും KC മുഹമ്മദ് ബാക്കവിയുടെ ക്ലാസ്സിലൂടെയൊക്കെ കൊടുക്കുന്ന ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പലരും അത് ഉപയോഗിച്ചു, ഫലം കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരുപക്ഷെ ഈ ലോക്ക്ഡൗൺ സമയത്താണെന്ന് തോന്നുന്നു മദ്യപാനം ഒരു ഭാഗത്ത് മദ്യം കിട്ടാതെ വന്നെങ്കിലും വീടുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടത് കൊണ്ടോ എന്തോ മദ്യപാനം കൂടിയതായ ചില വിശേഷങ്ങളും ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ മദ്യപാനം എല്ലാം ഉണ്ടായിരുന്ന ആൾ നിർത്തി ഉംറക്കെല്ലാം പോയി നല്ല രീതിയിലേക്ക് ഇരുന്ന ഒരാൾ ഇപ്പോൾ നേരത്തെ ഉംറക്കെല്ലാം പോയിരുന്ന ആൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മദ്യപാനം അല്ലാതെ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു മകൾ എഴുതിയിരിക്കുന്നു. കാരണം ഭർത്താവിൻ്റെ മദ്യപാനം കൊണ്ട് കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ മദ്യപാനം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഡോക്ടർക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഒരാൾ സ്വയമായി തീരുമാനമെടുക്കുന്നത് വരെ അതിനൊരു വലിയ പ്രയാസമായിരിക്കും. അയാളെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒന്നാം ഭാഗം. ഇനി അങ്ങനെ തീരുമാനം എടുക്കാൻ കഴിഞ്ഞാലും തീരുമാനം എടുത്തതിന് ശേഷവും വീണ്ടും മദ്യപിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. ആത്മീയ വശങ്ങളിലൂടെ പറയുമ്പോൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കലാണ് അത്തരം വിഷയങ്ങൾക്കുള്ള പരിഹാരം.
അസ്തഗ്ഫിറുല്ലാഹല്ലദീം ഇന്നഹു കാന ഗഫാറ തുടങ്ങി ഏതെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ, റബ്ബന ദലംന അൻഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ തുടങ്ങി ഏതെങ്കിലും ഒരു ഇസ്തിഗ്ഫാറിൻ്റെ വചനം ധാരാളമായി ചൊല്ലുക എന്നതാണ് അത്തരം വിഷയങ്ങളിൽ നിന്ന് സ്വയമായി മാറി നിൽക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആരാണോ പ്രതി, ആരാണോ കക്ഷിയെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ കഴിയണം. അങ്ങനെ തീരുമാനമെടുത്ത് കഴിഞ്ഞാലും ചിലപ്പം മാറാൻ കഴിയില്ല. അതിനുള്ള പരിഹാരം ആത്മീയ വഴിയിലൂടെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക എന്നതാണ്. അതല്ലാതെ മറ്റേതെങ്കിലും സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ നിർദ്ദേശങ്ങളോ? കൗൺസിലിംഗ് കൊണ്ടും മെഡിസിൻ കൊണ്ടും കഴിയും. പക്ഷേ കൗൺസിലിംഗ് ആണ് ഒന്നാം സ്ഥാനത്ത്, മെഡിസിൻ രണ്ടാം സ്ഥാനത്തായിട്ടാണ് ആ വിഷയത്തിൽ കാണേണ്ടത്. നല്ല കഴിവുള്ള കൗൺസിലർമാരെ കാണിച്ച് NLP, ഹിപ്നോതെറാപ്പി തുടങ്ങിയ ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്തിയാൽ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. പ്രവാചകൻ്റെ ഭാര്യ ആയിഷ ബീവിയെ പ്രവാചകൻ വിവാഹം ആലോചിക്കുന്ന സമയത്ത് ശരീരം ഒന്ന് തടിക്കുന്നതിന് വേണ്ടി ആയിഷ ബീവിയുടെ മാതാവ് കുക്കുംബറും ഈത്തപ്പഴവും ചേർത്തൊരു മിശ്രിതം കൊടുത്തതായിട്ട് ഹദീസുകൾ ചില ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലരറിയുന്നത്, നമ്മൾ നേരത്തെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും മറ്റും നേരത്തെ പല ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞപ്പോൾ ഇത് ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താൻ ഉപകരിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് ഡോക്ടർ ഒന്ന് പറഞ്ഞു തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ വചനം രണ്ട് തരത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തനിക്കൊന്ന് തടിക്കണമെന്ന ആശയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനുള്ള ഒരു പരിഹാരം ചോദിച്ചതായും ഈത്തപ്പഴവും കക്കരിക്കയും ചേർത്ത് കഴിക്കാൻ വേണ്ടി പറഞ്ഞതായും വന്നിട്ടുണ്ട്. മറ്റൊരു വചനത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ച് നബി തങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാനൊന്ന് തടിച്ച് കാണാൻ വേണ്ടി എൻ്റെ ഉമ്മ എനിക്ക് പല മരുന്നുകളും തന്നു നോക്കി. അവസാനം ഈത്തപ്പഴവും കക്കരിക്കയും ചേർത്ത് തന്നപ്പോൾ ഞാൻ തടിച്ചു എന്ന് പറഞ്ഞ ഒരു വചനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈത്തപ്പഴവും കക്കരിയും കൂടിയും ചേർത്ത് കടിച്ചു തിന്നലാണ്, അല്ലാതെ വെള്ള രൂപത്തിലോ ജ്യൂസ് രൂപത്തിലാക്കി കഴിക്കുന്നതല്ല. ഈത്തപ്പഴവും കക്കരിയും കൂടിയും ചേർത്ത് അങ്ങനെ കഴിക്കുക. ദിവസം 3 നേരമൊക്കെ കഴിക്കാവുന്നതാണ്. ഒരു ഈത്തപ്പഴം ഒരാൾക്ക് ഒരു ദിവസം മരുന്ന് എന്ന തരത്തിൽ കഴിക്കാവുന്ന പരമാവധി എണ്ണം 7 ചുരുങ്ങിയത് 3 ആവാം, 1 ആവാം. ഈത്തപ്പഴം ഒറ്റയായി കഴിക്കുക എന്നുള്ളത് നല്ലതാണ്.